Hi everyone, welcome back. This is Ranjini Haridas. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട കോണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ മന്ത്സ്. ഇപ്പോഴും ഞാനൊരു ലേണിംഗ് ഫേസിലാണ്. ഐ എം ഫിഗറിംഗ് ഔട്ട് വാട്ട് ടു ഡു, വാട്ട് പീപ്പിൾ വിൽ ലൈക്ക്. ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയോ, ട്രിപ്സ് മാത്രം മതിയോ, അതോ ഷുഡ് ഐ ഇൻക്ലൂഡ് മൈ ഫാമിലി, ഷുഡ് ഐ ഡു റിവ്യൂസ്, ഷുഡ് ഐ ടോക്ക് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ്. പൊതുവേ എൻ്റെ ഒരു ജീവിതത്തിൽ ഐ സ്പോക്കൺ എ ലോട്ട് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ്. അങ്ങനെയാണ് കൂടുതൽ മലയാളി പ്രേക്ഷകർ എന്നെ കണ്ടിരിക്കുന്നത്. ആക്ച്വലി വേരിയസ് ടോക്ക് ഷോസ് എൻ്റെ അഭിപ്രായം വളരെ ദൃഢമായി പറയുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങനെ പറയാറില്ല. അതിൻ്റെ കാരണം എന്താണെന്നും കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഐ തോട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ അതിൻ്റെ കാരണം പറയാം. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളൊരു ഇന്റർവ്യൂസിന് പോയി നമ്മൾ അഭിപ്രായം പറയും. അപ്പം നമ്മളെപ്പോഴും എൻ്റെ വിശ്വാസം എന്താണെന്ന് അറിയാമോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആൾക്കാർ അത് മനസ്സിലാക്കി മറ്റുള്ള ഒപ്പീനിയൻസും കേട്ട് അവരത് അവരുടെ ജീവിതത്തിൽ സാഫല്യമാക്കുമെന്നാണ്. കാരണം എൻ്റെ അഭിപ്രായമല്ല, ആരുടെ അഭിപ്രായമായാലും എനിക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് അറിവുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളും കേൾക്കും. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ ഞാൻ ഡിസിഷൻ എടുക്കും. പക്ഷെ ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അഭിപ്രായങ്ങളൊക്കെ കൂടിപ്പോയി. എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്, എസ്പെഷ്യലി ബിക്കോസ് സോഷ്യൽ മീഡിയ ഇസ് സോ സ്ട്രോങ് റൈറ്റ് നൗ ദാറ്റ് എവറിബഡി ക്യാൻ ഹാവ് എൻ ഒപ്പീനിയൻ, എവറിബഡി മസ്റ്റ് ഹാവ് എൻ ഒപ്പീനിയൻ. പക്ഷെ അതിൽ ഏതാണ് സത്യം ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ ഫീൽ ആ കൺഫ്യൂഷനിലേക്ക് ഞാനും കൂടെ പറഞ്ഞ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുറേ അഭിപ്രായങ്ങൾ എന്നിൽ തന്നെ വെക്കുന്നത്. പിന്നെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത്രേ ഉള്ളൂ. സോ വെദർ ഇറ്റ് ഈസ് അബൌട്ട് ഡോഗ്സ് ഓർ വെദർ ഇറ്റ്സ് അബൌട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, സ്ത്രീകളുടെ ഇഷ്യൂ, ഇതൊക്കെ ആണെങ്കിലും പ്രതികരിക്കണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്ന രീതി is how I want to live life. So I preach what I say. I mean, I do what I preach. That's how I live my life. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് I feel that നമ്മുടെ രാജ്യം we're going through a lot of problems. And why? What is the reason എന്ന് ചോദിച്ചാൽ I don't know. I'm somebody who believes that എല്ലാ മനുഷ്യരും ഈക്വൽ ആണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും വിശ്വസിക്കേണ്ട കാര്യമാണ്. Nothing should divide us. Religion, caste, color, sex, ജെൻഡർ, ഇതിലൊന്നും നമ്മൾ ആരും ഡിവൈഡഡ് ആവരുത്. അതുകൊണ്ട് തന്നെയാണ് ഐ ബിലീവ് ഇൻ ഇൻക്ലൂസിവിറ്റി. എല്ലാത്തരം ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഒരു പ്രോപ്പർ സമൂഹം. ആൻഡ് ഇന്ത്യ എന്ന രാജ്യത്തിന് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റും അത് തന്നെയാണ്, അല്ലെ? വി ആർ എ ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഇറസ്പെക്റ്റീവ് ഓഫ് religion, caste or any differences, right? And അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ഒരു സെക്യുലർ രാജ്യത്ത് ജനിച്ചതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കുറേ ആൾക്കാർക്ക് അത് ലഭിക്കുന്നുമില്ല എന്ന് എനിക്കറിയാം. സോ ദ റീസൺ ഐ എം ആക്ച്വലി ടോക്കിംഗ് ടു യു അബൌട്ട് ദിസ് ടുഡേ ഈസ് ഇപ്പം നമ്മുടെ രാജ്യം ആക്ച്വലി വലിയ തോതിൽ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യു ഓൾ നോ അബൌട്ട് ദ സിറ്റിസൺസ് അമെൻഡ്മെന്റ് ആക്ട്, അല്ലേ? അത് 10th ഡിസംബറിന് they passed it with the president's signature. ഭൂരിപക്ഷ വോട്ടോടെ രാജ്യസഭയിലും ലോക്സഭയിലും അത് പാസ്സായി. ആൻഡ് ഈ ഒരു CAA സിറ്റിസൺസ് അമെൻഡ്മെന്റ്സ് ആക്ട് ഇന്ത്യയിൽ മൊത്തം ഭയങ്കര രീതിയിൽ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അതിന് കാരണം ഇസ് വെരി സിമ്പിൾ. ഞാൻ എൻ്റെ ഫാക്ട്സ് തെറ്റാതിരിക്കാൻ ഐ വോണ്ട് ടു റീഡ് ഔട്ട് ദ സിറ്റിസൺസ് അമെൻഡ്മെന്റ് ആക്ട് 2019 ബൈ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. സോ സിറ്റിസൺസ് ആക്ട് ഓഫ് 1955 ആണ് അവർ മാറ്റിയത്. സോ ബേസിക്കലി വാട്ട് ദിസ് ഡസ് ഈസ് they are going to provide a path to Indian citizens for Indian citizenship for religious minorities from Pakistan, Bangladesh and Afghanistan. And these religious minorities listed ആയിരുന്നു. And they are Hindus, Sikhs, Buddhists, Jains, Parsis and Christians. ആൻഡ് ഇതിന്റെ ബെനിഫിഷ്യറീസ് ഇന്ത്യയിൽ 31 ഡിസംബർ 2014 മുമ്പ് കയറിയിരിക്കുന്ന ആൾക്കാരായിരിക്കണം. റിലീജിയസ് പെർസിക്യൂഷൻ ഓർ ഫിയർ ഓഫ് റിലീജിയസ് പെർസിക്യൂഷൻ അവരുടെ രാജ്യത്ത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു ആക്ട് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇന്ത്യയിൽ ഇത് ഇത്രയും വലിയ പ്രശ്നമാവാൻ കാരണം എന്താണ് എന്നൊരു ചോദ്യമാണല്ലോ നമ്മളുടെ മനസ്സിൽ. നമ്മൾ ആർക്കും നമ്മുടെ നിയമം വലിയ രീതിയിൽ അറിയില്ല. ഈ ആക്ട്സും ലോസും അമെൻമെന്റ്സും ഇതിന്റെ മുമ്പ് നടന്ന കാര്യവും ഒന്നും ശരിക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് കുറെ അധികം വായിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കറക്റ്റ് മീ ഇൻ ദ കോമന്റ് സെക്ഷൻ. സോ എന്തുകൊണ്ട് മറ്റ് വിഭാഗക്കാരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ചോദ്യം. ഇതൊരു മുസ്ലിംസിനെ സൈഡാക്കുന്ന പരിപാടിയാണോ എന്ന രീതിയിലാണ് ഇന്ത്യയിൽ ഫുൾ റിയാക്ഷൻ വരുന്നത്. ആൻഡ് വളരെ ആപ്റ്റായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഈ വിഭാഗക്കാരെ മാത്രം ചൂസ് ചെയ്തിരിക്കുന്നു? വൈ ഓൺലി ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, പാർസി ആൻഡ് ക്രിസ്ത്യൻസ് ഫ്രോം പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ? ഇന്ത്യക്ക് നെയ്ബറിംഗ് ആയിട്ടുള്ള മറ്റ് കൺട്രീസും ഉണ്ട്. ശ്രീലങ്ക is there, Burma is there. There are so many other വിഭാഗക്കാർ. For example, there are so many people from the Muslim community who are illegal immigrants. There are so many people from the Sri Lankan countries who are illegal immigrants. ഇവരെയൊക്കെ എന്തുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? ഇതിൽ ഒരു
ഹിന്ദുത്വ അജണ്ട ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഐ ഫീൽ ഇതിനെക്കുറിച്ച് കുറച്ച് ആൾക്കാർക്ക് സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ വാലിഡ് ക്വസ്റ്റ്യൻ. വൈ? ബിക്കോസ് ആസ് എ കൺട്രി വി ആർ എ സെക്യുലർ കൺട്രി. ഇന്ത്യ ഒരിക്കലും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു കാര്യവും ചെയ്യരുത്. ജാതിയുടെ മതത്തിലോ പേരിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ ജാതിയെയും ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ജാതിയെയും ഒഴിവാക്കണം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് somewhere I feel that are we dividing our country in the name of religion? Because ഇങ്ങനെ ഒരു വിഭാഗക്കാരെ ആ ഒരു ബില്ലിൽ കൂട്ടിയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ബില്ല് എന്തായാലും ആ ആക്ട് എന്തായാലും whatever the reality might be, ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഭാഗക്കാരെ ഹേർട്ട് ആവുകയാണ് അല്ലെ, അവരുടെ സെന്റിമെന്റ്സ് ഹേർട്ട് ആവുകയാണ്. ഇതിൽ ഞാൻ സുബ്രഹ്മണ്യ സ്വാമി സർ പറയുന്ന ഒരു ഇന്റർവ്യൂ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഈ ബില്ല് മെയിൻലി യൂസ് ചെയ്യുന്നത് 30,313 ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. ആ 30,313 ആൾക്കാരിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല. മുസ്ലിം കൺട്രീസിൽ നിന്നും റെഫ്യൂജി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് മുസ്ലിംസിന് റെഫ്യൂജി ആയിട്ട് വരില്ലല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബില്ല് ഉണ്ടാക്കുകയാണെങ്കിൽ മുസ്ലിംസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ there is no harm, right? Whether they are there or not, why not include them? Which I thought was a very, very interesting point. So that's a question I have in my mind. എന്തുകൊണ്ട് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തില്ല? What is the agenda behind it? ഇതിന് ഉത്തരം എന്താണ് എന്ന് എനിക്കറിയില്ല. ഇതിനൊരു ആൻസർ ഉണ്ടോ? I don't know. So let's leave that on one side. ഇനി ഈ ബില്ലിന്റെ ഭാഗമായിട്ട് വേറെ രണ്ട് കാര്യം കൂടെ വന്നിട്ടുണ്ട്. The OCI, I think the OCI സിറ്റിസൻസിനും അവർ ക്രൈം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സിറ്റിസൺഷിപ്പ് ഡിസ്ബാർ ചെയ്യാൻ പറ്റും എന്ന ഒരു റൂൾ ഉണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ there is a third part of this as well which talks about not including നോർത്ത് ഈസ്റ്റിലെ കുറെ ആൾക്കാരെ ഈ ഒരു പ്രൊവിഷനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. I think the line of permit ആ ഗ്രൂപ്പ്സിനെ. ഇനി അസാമിൽ വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് the issue in Assam? നോർത്ത് ഈസ്റ്റിലെ ഈ ഒരു ബില്ലിന് അഗേൻസ്റ്റ് ഇത്രയും വലിയ റിയാക്ഷൻ വരാൻ കാരണം is something else. അസാമിന്റെ അക്കോർഡ് ഉണ്ട്. when I think the laws and all were made, അസാമിന്റെ കൂടെയുള്ള ഒരു കോൺവെർസേഷനിൽ ഒരു ഡിസിഷനിൽ ആ അക്കോർഡിൽ പറയുന്നത് 1971 മുന്നിൽ വരെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതിനുശേഷം പാടില്ല എന്ന്. പക്ഷേ ഈ പുതിയ ക്യാബിൽ പറയുന്നത് it has to be till the 2014 December 31st. And that is why they are reacting, because they are saying Assamil ഇത്രയും illegal immigrants നെ കയറ്റുകയാണെങ്കിൽ a lot of people will come from Bangladesh and neighboring countries, especially Bangladesh, and they will take over and അവരുടെ culturally അല്ലെങ്കിൽ അവരുടെ രീതി മാറിപ്പോകുമെന്നാണ്. അവരുടെ സ്വന്തം നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ജോലിയില്ല, അവർക്ക് ജീവിക്കാനുള്ള മാർഗമില്ല. പുറത്തുനിന്ന് ഇനിയും ആൾക്കാർ വന്നാൽ that is going to take away from their culture, which also is a valid reason. See, അപ്പോൾ അവർ ചോദിക്കുന്നത് ഈ ബിൽ ഫുൾ ആയിട്ട് വേണ്ട, വി ഡോണ്ട് വാണ്ട് ഇറ്റ് എന്നാണ്. നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ, നോർത്ത് ഇന്ത്യ ആ സൈഡ് ചോദിക്കുന്നത് ഡൽഹിയിലുള്ള ഇഷ്യൂ, സ്കൂൾസിലും യൂണിവേഴ്സിറ്റീസിലുള്ള ഇഷ്യൂസ് എന്തുകൊണ്ട് ഒരു വിഭാഗക്കാരെ മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നതാണ്. സോ ഡെഫിനറ്റ്ലി വെൻ യു ലുക്കിംഗ് അറ്റ് ഇറ്റ്, I just feel that this was a totally unnecessary സംഭവം. ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് അവർ ഇങ്ങനത്തെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു? എൻ്റെ കുറച്ച് വിവരവും വിദ്യാഭ്യാസ അറിവുള്ള മറ്റൊരു സുഹൃത്തിനടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നി. വാട്ട് ഹി സെഡ് വാസ്, രഞ്ജനി, ഇത് ഡിസ്ട്രാക്ഷൻ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൽ ഇതിനെക്കാട്ടും വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഒരു റിസെഷൻ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിത്ത് എ ലോട്ട് ഓഫ് നമ്മുടെ what do you call that, കാശിൻ്റെ ഇഷ്യൂസും GSTയും what do you call that, the money thing they did the അതിൻ്റെ പേരെന്താടാ, ഇക്കോണമി അല്ല, മറ്റേ കാശ് ഷോ ഈ 2,000 രൂപയൊക്കെ 500,000 ഒക്കെ ക്യാൻസൽ ചെയ്ത് 2,000 ആക്കിയില്ലേ ആ സംഭവം, ബ്ലാക്ക് മണി പിടിക്കാൻ വേണ്ടിയുള്ള സംഭവം, all that stuff happened, right? അതിനുശേഷം there's a big lump in the issue in the economy, right? Financially everybody has a problem. ഷോസ് ഇല്ല, പണിയില്ല, ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്ന കാര്യമാണ്. Money is a big issue for everyone. I don't know what is going on. അതിനെക്കുറിച്ച് I have nothing to say because ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത്രയും ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തവർ എത്ര അധികം അനുഭവിക്കുന്നുണ്ടെന്ന് I can just about imagine. I feel that ഈ ഒരു റിസെഷൻ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതിനെക്കാട്ടും വലിയൊരു റിസെഷൻ നമ്മുടെ രാജ്യത്തെ അടിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണോ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ റിലീജിയസ്ലി ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ എൻ്റെ മനസ്സിൽ വന്നു അദ്ദേഹത്തോട് when I spoke to my friend. So you guys need to let me know what the reality of the country is. The only thing I do know is ഇന്ത്യ എന്ന രാജ്യത്ത് താമസിക്കാനും ഒരു ഇന്ത്യൻ ആണ് എന്ന് പറയാൻ അഭിമാനിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഒരു മലയാളി ആയതിലും അതുപോലെ ഒരു ഇന്ത്യൻ സ്ത്രീ ആയതിലും. പക്ഷേ സംവയർ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ രാജ്യം വിട്ടു പോകണോ എന്ന് വരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഞാൻ. ആൻഡ് ഐ ലവ് മൈ കൺട്രി, ഐ ലവ് മൈ സ്റ്റേറ്റ്, ഐ ലവ് കൊച്ചിൻ, I belong here.
പക്ഷേ എന്നെ പോലെയുള്ള സാധാരണ ആൾക്കാർ ഇങ്ങനെ വിചാരിച്ചു തുടങ്ങുകയാണെങ്കിൽ there is something wrong with the system and that system needs to be sorted. How, what, I don't know. Either the legalities, I don't know. Either the implications, I don't know. But what I do know is there is a problem. നമ്മളുടെ സ്ത്രീകളെ against a crime, the amount of issues that are happening left, right and center, nothing is happening. You know, Hyderabad, our police encountered when that those so-called, what do you call them, the convicts or the assaulters died. I was actually happy. സന്തോഷിച്ച ഒരാളാണ് ഞാൻ. You know, ലോയിൽ നിന്നും പുറത്തിറങ്ങി ലീഗലി അല്ല അത് നടന്നത്. എന്നാൽ പോലും ആ ആൾക്കാർ മരിച്ചത് ഞാൻ സന്തോഷിച്ചു. ബിക്കോസ് അങ്ങനെയെങ്കിലും ഇനി അവർ തെറ്റുകാരാണെങ്കിൽ ഫ്യൂച്ചറിൽ അവരിൽ നിന്നും മറ്റാൾക്കാർ സഫർ ചെയ്യല്ലോ. അങ്ങനെയല്ലല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. You know, if we are living in a country, the law should protect its every citizen. But somehow I feel now I'm living in a country where I'm scared. And നമ്മളുടെ ഒരു മനുഷ്യരുടെ മനസ്സിലും ഫിയർ എന്ന് പറയുന്ന കാര്യം ഇപ്പം ഉള്ളിൽ കയറുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ എനി സൊസൈറ്റി ഓർ എനി സ്റ്റേറ്റ് ഓർ എനി കൺട്രി. ആൻഡ് ഈ ഫിയർ ഹൗ ഡു വി ഗെറ്റ് ഓവർ ഇറ്റ്? രാജ്യം വിടുകയല്ലല്ലോ അതിൻ്റെ ഉത്തരം. ദർ മസ്റ്റ് ബി എ സൊല്യൂഷൻ ടു ഇറ്റ് ആൻഡ് ഐ റിയലി റിയലി ഹോപ്പ് ദാറ്റ് യു നോ വി ആർ ഏബിൾ ടു ഗെറ്റ് ദർ ആൻഡ് വി ഓൾ നീഡ് ടു റിയാക്ട്. ഐ തിങ്ക് നമ്മളെല്ലാവരും we are a country of the people, by the people and for the people. We are the people. നിങ്ങൾ ഞങ്ങളാണ് ആൾക്കാർ. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീൻ ഇട്ടിട്ടോ അല്ല നമ്മളുടെ ഒരു പ്രതിഷേധം അറിയിക്കേണ്ടത്. We actually have to do more. But how do we do it is a question that's bothering all of us. I know. We'll have to figure out a way, I guess. And you know, whatever that is, we'll have to figure it out. I really don't know what else to say because നമ്മളുടെ ഉള്ളിൽ എല്ലാവരും ഫീൽ ചെയ്യുന്ന അതേ ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. The same sentiment that the country is going to the dogs, you know. And we need help. We need serious help. And the system needs to change. So yeah, that's what I'm going to leave you with. ഇതാണ് എൻ്റെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന thought and I think I needed to talk about it. And please, I really need you. നിങ്ങൾ ഇത് കേട്ടിട്ട് I need you to tell me whether I'm wrong, whether ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, whether you know legally is there a way. ഇനി ഈ ഒരു Citizens Amendment Act അത് law ആയി പാസ്സായി വന്നാൽ that will set a precedent. The ramifications are crazy. Internationally ആൾക്കാർ ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്, unconstitutional എന്ന് പറയുന്നുണ്ട് for a secular country. So why is it happening? If it's a distraction, then they're doing a good job. Who is the they and what do they want? Think about that as well. Whatever it is, I believe that India is my country and all Indians are my brothers and sisters, irrespective of, you know, what their past is, who, you know, which religion they fall under. And I think that's what we need to stick by and stay true to. I guess that's you know, the reason why we're all alive, to be happy and to spread happiness, not to divide it and instigate hate and issues across the country. Yeah, that's all I'm going to say for now.